ഞങ്ങളെല്ലാവരും കൂടി വേളാവൂർ ഭരണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇതേ വേളാവൂർ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും തൂക്കം നടന്നുകൊണ്ടിരിക്കുവാണ്. രാവിലെ 10 മണിയായപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ തൂക്കം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന കൊഴുന്ന് പണ്ട് കാലങ്ങളിൽ എല്ലാ ഉത്സവ പറമ്പുകളിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അപൂർവം ഉത്സവ പറമ്പുകളിൽ മാത്രമേ കാണാനുള്ളൂ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന തൂക്കം പിള്ളത്തൂക്കമാണ്. അങ്ങനെ ഞങ്ങൾ 2-3 തൂക്കമൊക്കെ കണ്ടിട്ട് നേരെ കച്ചവടം നടക്കുന്ന പറമ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൽമരങ്ങളിലൊക്കെ നിറയെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നേ. അപ്പോൾ ഗൗരിയും സായിയും രാവിലെ തന്നെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നേ. ഗൗരിയുടെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞങ്ങൾ ഇവിടെ വേളാവൂർ ഭരണിക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ നിറയെ പറമ്പ് നിറയെ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ടും നല്ല രീതിക്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരുട്ട് വീഴുന്നതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ സായിക്ക് കളിപ്പാട്ടം വേണമെന്നായേ. അങ്ങനെ ഇതേ സായിയും കൊണ്ട് കളിപ്പാട്ടം വാങ്ങിക്കാൻ നിന്നപ്പോൾ അവൻ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കാറാണ് ആദ്യം കാണിച്ചത്. അത് തന്നെ വാങ്ങിക്കൊടുത്തായിരുന്നേ. കാറ് വാങ്ങി കയ്യിൽ കിട്ടിയപ്പോഴാണ് താഴെ തോക്ക് കിടക്കുന്നത് കണ്ട്. അപ്പോൾ പിന്നെ അതും വേണമെന്നായി. പിന്നെ ഒരു മയത്തിൽ പറഞ്ഞ് കാറ് തിരികെ കൊടുത്തിട്ട് തോക്ക് വാങ്ങി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ഗൗരിയും കമ്മലും നോക്കാനായിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നേ. ഇത് ഗൗരിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട കമ്മലാണ്. പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്ത് പോയത് വള വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വള വാങ്ങാനല്ല, ഗൗരിയുടെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് 2 സെറ്റ് വള എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പൂപ്പ അമ്മൂമ്മ ഊതുന്നത് കണ്ട് പണ്ടത്തെ ആ ഒരു ഓർമ്മയും സായിക്ക് ഊതാൻ കൊടുക്കാതെ അതേ സതിച്ചേച്ചി പിടിച്ചു വാങ്ങിച്ച് ഊതിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്തേ കടല അവിച്ചത് എന്നാണ് ഇവിടെ പറയുക. അത് വാങ്ങിച്ച് ഒരു പാനിപ്പൂരി ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. വീഡിയോ എടുക്കുന്ന സമയത്ത് പാനിപ്പൂരി അങ്ങ് അകത്തിക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ രസം മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് കോളിഫ്ലവർ ബജിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നേ. അങ്ങനെ അതും കഴിച്ചിട്ട് നേരെ പിന്നെ പോയി കാർണിവൽ കാണാനായിട്ടാണ്. അവിടെ സായിനെയും കൃഷ്ണനെയും കൂടെ കയറ്റി ട്രെയിനിൽ കയറ്റി ഒന്ന് ചുറ്റിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സായി ചെറുതായത് കൊണ്ടാണ് പിന്നെ കൃഷ്ണനെയും കൂടെ കൂട്ടിനായിട്ട് ഒരാൾ ടിക്കറ്റിൽ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. ഒരാൾക്ക് 60 രൂപയായിരുന്നേ. അങ്ങനെ കൃഷ്ണയ്ക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ട് സായിനെ മടിയിൽ ഇരുത്തുകയാണ് ചെയ്തത്. സായിൽ എവിടെയോ വലിയ യാത്ര പോകുന്ന ഒരു ഫീലായിരുന്നേ അവൻ്റെ ആ മുഖത്തുണ്ടായിരുന്നത്. വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ആകാശത്തുകൂടി പറക്കുന്ന ബോട്ടും ഗോസ്റ്റ് ഹൗസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ തലകറക്കവും തലവേദന വരുന്ന പാരമ്പര്യം ഉള്ളവരായത് കൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും തിരിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ പോയി മെഹന്തി ഇട്ടിട്ടുണ്ട്. മെഹന്തിയുടെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ തല നല്ല രീതിക്ക് അങ്ങ് ചുരുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ലേ, ഗൗരി മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നേ. ഗൗരി മറുവശത്തും ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് അഡീഷണൽ ആയിട്ട് 20 രൂപയും കൂടെ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഉത്സവ പറമ്പിലെ കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം നേരെ ഗൗരിയുടെ വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. അവിടെ സദ്യയാണ് ഒരുക്കിയിരുന്നത്, പായസവും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ രാത്രി ആയത് കാരണം ഇലയിൽ കഴിക്കാതെ പാത്രങ്ങളിൽ തന്നെ ഇരുന്ന് അവിടെ സിറ്റൗട്ടിൽ ഇരുന്നാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ